ഇന്ന് ഞാൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പോൾ എൻ്റെ കസിൻ്റെ കൂടെ കളിയനാണ് എൻ്റെ കസിൻ്റെ കൂടെ വന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നാക്കിന് രുചിയാണ്, സ്വാദ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നല്ല ഫുഡും തേടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കടലാസ് കഫേ. അപ്പോൾ കടലാസിൻ്റെ വേറൊരു ഇതുണ്ട്, എൻ്റെ കസിനാണ് ഇവിടെ ഷെഫായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. കടലാസ് കഫേ കോഴിക്കോടുണ്ട്. കോഴിക്കോട് പോയിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ട് ടേസ്റ്റ് ചെയ്താൽ. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കാണാൻ ബാക്കി കാഴ്ചകൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ഇപ്പോൾ നേരിട്ട് കാണാം. ഓരോ ഫ്ലോറിനും ഓരോ പേരാണ്. 3 ഫ്ലോറാണ്. 3 ഫ്ലോറും അതിൽ 3 എന്താണ് അതിൻ്റെ ഇതൊക്കെ അതിൽ കാണാം. സ്പെഷ്യലി ഒരു നല്ലൊരു ആംബിയൻസാണ് കയറുമ്പോൾ തന്നെ. അത് എന്താ പറയുക, സൈലന്റ് ലുക്ക് എന്ന് വെച്ചാൽ അധികം കൺജസ്റ്റഡ് ഏരിയ അല്ല, സൈലന്റ് ഏരിയ ആണ്. എല്ലാവർക്കും ചൂസ് ചെയ്യുന്ന ഏരിയ. നമ്മളിപ്പോൾ സിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചില പാർക്കിംഗ് ഉണ്ടാവില്ല. ഇതൊന്നല്ല, പാർക്കിംഗ് ഫെസിലിറ്റി ഫ്രണ്ടിലുണ്ട്, ബാക്ക് സൈഡിലും പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ വെച്ചാൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് അതൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ബാക്കി നമുക്ക് മുകളിൽ കയറി കാണാം. ഇതവരുടെ ഫസ്റ്റ് ഫ്ലോറാണ്. റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്. ജയിക്കാൻ വന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എങ്കിലും കസിനും ടീമും അവിടെ കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട് കാണാം. ഫാമിലി ചിരിക്കുക. നമ്മള് കോഴിക്കോട് കണ്ടതൊക്കെ സൂപ്പർ ലുക്കാണ്. കോഴിക്കോടിൻ്റെ ആംബിയൻസ് ഇവർ കടലാസിൻ്റെ വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം കടൽ കാണും, സീ വ്യൂ ആണ്. പക്ഷെ ഇതല്ല, സൂപ്പർ ലുക്കാണ്. സെറ്റപ്പിങ് അടിപൊളിയാണ്. വീഡിയോ എടുക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല. കസിൻസാ ഏറ്റവും ഷോർട്ടായി ഇവിടെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് ഓരോ ലിഫ്റ്റും ഉണ്ട്. ഇവിടെ സ്റ്റെപ്പും അല്ല, ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വേണമെന്നവർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് അന്ന് പ്രായമായവരൊക്കെ വരുന്ന ലിഫ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി വന്നു. അപ്പോൾ സ്റ്റെപ്പൊക്കെ വെച്ചാൽ ഓരോ ഫ്ലോറിലും ലൈറ്റിംഗ് നമുക്കറിയാൻ പറ്റും. ഓരോ ഫ്ലോർ ബേസിൽ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ഡാർക്കാണ്. സെക്കൻഡ് ഫ്ലോർ നമുക്ക് കുറച്ചും കൂടി എടുത്ത് കാണുന്ന രീതിയിൽ കളർ ഷെയ്ഡൊക്കെ സെറ്റപ്പ് കാണും. ഈ ഫ്ലോറിലാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടല്ലേ. ഈ ഫ്ലോറിലാണ് നമുക്ക് ഇരുന്ന് കഴിക്കുന്നത്. ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് വേണ്ട. നമ്മളെ കാര്യം ഇവിടെയാണ് നമുക്ക് ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ കസിൻസ് ഉണ്ട്.
ഇത് വെച്ചാൽ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾ കുറച്ച് പേരുണ്ട് പറഞ്ഞത് വിപ്പായിട്ട് ഓപ്പൺ ചെയ്ത് പറഞ്ഞ് ഇതിൽ ഏകദേശം 12 പേർക്ക് ഇരിക്കാന്നാ പറയുന്നത്. കുറച്ചൊരു ഫാമിലി നല്ലൊരാൾ ടീം വന്നു കഴിഞ്ഞാൽ ഒരു 10-12 പേരുള്ള ഒരു ടീം വന്നു ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ലുക്കിലാണ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ആംബിയൻസ് ആണ്. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ആർക്കും മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഇത് അപ്പുറത്താണ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്. സ്റ്റാർട്ടർ ലോഡർ ഫ്രൈസ് വന്നിട്ടുണ്ട്. നോക്കാം കഴിച്ചോ. ഇതില് നമ്മള് എന്താ പറയാ അടിപൊളി. ഇതില് എന്താ പറയാ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ആയി. കൂടുതൽ പറയാൻ പറ്റില്ല. നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ സ്റ്റീംഡ് വെജിറ്റബിൾസ് ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതില്. ബ്രോക്കലി നയിച്ചത് വെജിറ്റബിൾസിന്റെ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്നതാണ്. ഫുൾ ബോയിൽ അല്ല, ഹാഫ് ബോയിൽ ആണ്. അടിപൊളി സംഭവമാണ്. പെപ്പറൊക്കെ ഇട്ടിട്ട് സൂപ്പർ. വന്നിട്ടത് പ്രോൺസ് റൈസ് ബോൾ. സൈഡിൽ കുറച്ച് റൈസും അതിൻ്റെ കൂടെ പ്രോൺസും സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് കഴിച്ചിട്ട് ക്യാപ്സിക്കം റൈസ് നല്ല ചൂടുണ്ട് കണ്ട. ആവി ഇങ്ങനെ വരിക. നിങ്ങൾക്ക് ഇത് നല്ലൊരു സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. സീ ഫുഡ് ചൂസ് ചെയ്യുന്നവർ പ്രോൺസ് ചൂസ് ചെയ്യുന്നവർ ഇത് ട്രൈ ചെയ്യാം. ഇതുകൊണ്ട് നിങ്ങളുടെ റൈസുമായി അതിന്റെ പ്രോൺസുമായി അടിപൊളി സൂപ്പർ. കടലാസിന്റെ ഡിസൈൻ പാസ്ത ഈസിയാണ് സാധനം. എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാ. സൂപ്പർ കേട്ടോ. അടിപൊളി. ചിക്കൻ്റെയും ചീസിൻ്റെയും പിന്നെ അതിൻ്റെ എന്താ പറയാ റയർ എങ്ങനെ ഓരോരു ഫ്ലേവർ എങ്ങനെ വരിക. അടിപൊളി. അടുത്ത ഈ ചിക്കൻ പിസ്സ കഴിച്ചു നോക്കാൻ വേണ്ടത്. അപ്പം അതിന് കുറച്ച് മുളക് വെരി ഗുഡ്. നീ ഞാൻ കഴിക്കട്ടാ. സൂപ്പറാ. എന്നുവെച്ചാല് പിസ്സ ഇതുവരെ എന്തൊക്കെ പ്രിപ്പറേഷൻ നല്ല പക്ക ബോയിൽഡ് ആണ്. പിന്നെ വെച്ചാൽ ചീസും കാര്യമായിട്ട് നല്ല നല്ല ഫ്ലവർ നല്ല ടേസ്റ്റുമാണ്. എന്നുവെച്ചാല് പിസ്സ കുറെ കഴിച്ചിട്ടുണ്ട്.
ഒരു വെറൈറ്റി ടേസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളി. ഇത് നിങ്ങളും വന്ന് നെക്സ്റ്റ് ടൈം വന്നാൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഹായ്. കഫേയിൽ കയറി ഫുഡ് കഴിച്ചു, അടിപൊളി. കടലാസ് കഫേ വെച്ചാൽ കോഴിക്കോട് നിന്ന് കഴിച്ചതിനെ കാട്ടി അവിടുത്തെ സെയിം ടേസ്റ്റ് ആണ്, പക്ഷേ ഇത് അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്, പിന്നെ അടിപൊളി ആംബിയൻസ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ കസിനാണ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. പിന്നെ ഒരു സെക്ഷൻ കൂടി ഓപ്പൺ ആവാൻ പോകുന്നതാണ്. ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ചെയ്യാൻ പോകുന്നതാണ്. ഐസ്ക്രീം സെക്ഷൻ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നുള്ളൂ, കാണാം. പിന്നെ ടോട്ടൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അടിപൊളി സംഭവം, അടിപൊളി. കോഴിക്കോടിനെ കാട്ടി സൂപ്പറാണ് ഇവിടെ. കോഴിക്കോടാണെന്ന് നമ്മൾ കടൽക്കരയത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അതുപോലെ ആ ഒരു ആംബിയൻസ് അല്ല, ഒരു വെറൈറ്റി ആംബിയൻസ് ആണ്, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ട്രിവാൻഡ്രത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നതാണ്. എല്ലാവരും നന്ദി, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.